NMR ഫിസിക്സ് ട്യൂട്ടോറിയൽ. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ആ കണ്ടക്ടറിൻ്റെ ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും അതേപോലെ മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്താണ് ആ ഇക്വേഷൻ? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ R is equal to rho into L divided by A. ഇവിടെ L ആ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്, A കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അതേപോലെ റോ എന്നത് ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ പറയാൻ ബാക്കി വെച്ചൊരു കാര്യമുണ്ട്. റെസിസ്റ്റൻസ് എന്തിനേയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓംസ് ലോ പഠിക്കുന്ന സമയത്ത് ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സിൽ നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിന്റെ എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? ആ ഇക്വേഷൻ I ഈക്വൽസ് NA E സ്ക്വയർ tau ഡിവൈഡഡ് ബൈ ML ഇൻറ്റു V. ഇങ്ങനൊരു ഇക്വേഷനിലേക്ക് നമ്മൾ ആ സമയത്ത് എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോ. അപ്പോൾ I ഈക്വൽ ടു NA E സ്ക്വയർ tau ബൈ ML ഇൻറ്റു V യിൽ സ്മോൾ ലെറ്റർ n കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. A കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, സ്മോൾ ലെറ്റർ E ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ടോ റിലാക്സേഷൻ ടൈം ആണ്, M മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്, L കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്, V കണ്ടക്ടറിന്റെ എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? I ഡിവൈഡഡ് ബൈ V. ഈ V നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ I ബൈ V ഈസ് ഈക്വൽ എന്ത് എഴുതാം? NA E സ്ക്വയർ tau ഡിവൈഡഡ് ബൈ ML എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V ബൈ I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, ML ഡിവൈഡഡ് ബൈ NA E സ്ക്വയർ tau എന്ന് കിട്ടും. നമുക്കറിയാം എന്താണ് V ബൈ I? റെസിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ R ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ V ബൈ I ഈക്വൽ ടു R നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് R ഈക്വൽസ് ML ഡിവൈഡഡ് ബൈ NA E സ്ക്വയർ tau. Or we can write R equals M by N E square tau into L divided by A. അല്ലേ? R equals M by N E square tau L by A. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ? R ഈക്വൽസ് റോ ഇൻറ്റു L ബൈ A എന്നാണ്. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റോന്റെ സ്ഥാനത്താണ് ആര് വരുന്നത്? M ബൈ N E സ്ക്വയർ tau വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ റോ ഈക്വൽ ടു എന്താണ്? M ബൈ N E സ്ക്വയർ tau എന്ന്. റോ ഈക്വൽസ് M ബൈ N E സ്ക്വയർ tau. ഈ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓർമ്മിച്ച് വെക്കുക, കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയാൻ ഈ ഇക്വേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? റോ ഈക്വൽസ് M ബൈ N E സ്ക്വയർ tau എന്ന് കിട്ടി. ഇവിടെ M ഇലക്ട്രോണിന്റെ മാസ്, N കണ്ടക്ടറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, സ്മോൾ ലെറ്റർ E ഇലക്ട്രോണിന്റെ ചാർജ്, ടോ റിലാക്സേഷൻ ടൈം. ഇനി നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസാണ്. നമ്മൾക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം മാസ് ഓഫ് ദി ഇലക്ട്രോണും ചാർജ് ഓഫ് ദി ഇലക്ട്രോണും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പറയാം. ഇനി ബാക്കിയുള്ള ടേം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയവും അതേപോലെ റിലാക്സേഷൻ ടൈമുമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു N. എൻ്റെ ഡിനോമിനേറ്ററിലാണുള്ളത്. അതേപോലെ റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ. റിലാക്സേഷൻ ടൈം ടോ.
അതും ഡിനോമിനേറ്ററിലാണ്. ഓക്കെ, ഇനി മെറ്റൽസിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം n എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും ഈ എന്നിന്റെ വാല്യൂവിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. n എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും മെറ്റൽസിന്റെ കേസിൽ മാത്രമാണ് പറയുന്നത്. മെറ്റൽസിന്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം, അത് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വർദ്ധിച്ചാലും n എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു സംഗതി അവിടെ വരുന്നില്ല. ആരുടെ കേസിൽ? മെറ്റൽസിന്റെ കേസിൽ, മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസിൽ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ ആണ്. റെസിസ്റ്റിവിറ്റി റിലാക്സേഷൻ ടൈമിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് റിലാക്സേഷൻ ടൈം? ഫ്രീ ഇലക്ട്രോൺസിന്റെ അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം ഇന്റർവെൽ, അതാണ് റിലാക്സേഷൻ ടൈം. നമ്മൾക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഫ്രീ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൊളീഷൻസിന്റെ എണ്ണം കൂടും. കൊളീഷൻ സംഭവിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. കൊളീഷൻസിന്റെ എണ്ണം കൂടും. ഇത് ഞാൻ ഓൾറെഡി 2 ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. കൊളീഷൻസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. കൊളീഷൻസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം ഇന്റർവെല്ല് കുറയും. അതായത് റിലാക്സേഷൻ ടൈം കുറയും. ഒരിക്കൽ കൂടി പറയാം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ ഈ ഇലക്ട്രോൺസിന്റെ കൊളീഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കൊളീഷന്റെ എണ്ണം കൂടുമ്പോൾ അടുത്തടുത്തുള്ള കൊളീഷനുകൾക്കിടയിലുള്ള ടൈം ഇന്റർവെൽ, അതായത് റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കുക, റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റി റിലാക്സേഷൻ ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ടോന്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, സിൻസ് റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ, ടോന്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റോന്റെ വാല്യൂ, റെസിസ്റ്റിവിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റിവിറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് മെറ്റൽസിന്റെ കേസിൽ സംഭവിക്കുന്നത്. അതായത് മെറ്റൽസിന്റെ കേസിൽ when temperature increases, resistivity of the material also increases. റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾക്കറിയാം റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു എന്താണ്? റോ ഇൻറ്റു L/A എന്നല്ലേ. അപ്പൊ ഈ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പൊ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ when temperature increases, resistance also increases. For metallic conductors, when temperature increases, resistance also increases. മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. നമ്മൾക്കറിയാം റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡെൻസിറ്റി. പക്ഷെ മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാലും ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം വർദ്ധിക്കുന്നില്ല. എന്നാൽ ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും കേസിൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കുറവാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്രീ ആക്കപ്പെടും. അതായത് ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും കേസിൽ when temperature increases, ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നോക്കുക, റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡെൻസിറ്റി. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുക? റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതായത്
ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും when temperature increases. Since resistivity is inversely proportional to electron density, temperature increase ചെയ്യുമ്പോൾ resistivity എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. Since resistivity is inversely proportional to electron density, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ആരുടെ കേസിൽ? ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ. ഓക്കെ, അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി ρ1 ആണ് അറ്റ് എ ടെമ്പറേച്ചർ T1 ഡിഗ്രി സെൽഷ്യസ്. ഇനി എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് T2 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അപ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്തിട്ട് എത്രയായിട്ട് മാറി? ρ2 ആയിട്ട് മാറി. അറ്റ് എ ടെമ്പറേച്ചർ T1 ഡിഗ്രി സെൽഷ്യസ് റെസിസ്റ്റിവിറ്റി ഈസ് ρ1 ഓം മീറ്റർ. When temperature increases to T2 degree Celsius, T1 ൽ നിന്നും ടെമ്പറേച്ചർ T2 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ റെസിസ്റ്റിവിറ്റി ρ1 ൽ നിന്നും ചേഞ്ച് ചെയ്തിട്ട് എത്രയായിട്ട് മാറി? ρ2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റെസിസ്റ്റിവിറ്റിയെയും ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? ρ2 ഈക്വൽസ് ρ1 പ്ലസ് ആൽഫ ഇൻറ്റു ρ1 ഇൻറ്റു T2 മൈനസ് T1. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ρ2 ഈക്വൽസ് ρ1 പ്ലസ് ആൽഫ ഇൻറ്റു ρ1 ഇൻറ്റു T2 മൈനസ് T1. ഇവിടെ ρ2 റെസിസ്റ്റിവിറ്റി, ഫൈനൽ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T2 ഡിഗ്രി സെൽഷ്യസ്, ρ1 ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T1 ഡിഗ്രി സെൽഷ്യസ്, T2 മൈനസ് T1 ടെമ്പറേച്ചർ ഡിഫറൻസ്. നമ്മളിവിടെ ഒരു പുതിയൊരു ടേം പഠിക്കുന്നു, ആൽഫ. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ആൽഫ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഈസ് കോൾഡ് temperature coefficient of resistivity of the material. Alpha is called the temperature coefficient of resistivity of the material. Okay, അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ρ1 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ρ2 മൈനസ് ρ1 ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഇൻറ്റു ρ1 ഇൻറ്റു T2 മൈനസ് T1. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ρ2 മൈനസ് ρ1 ഡിവൈഡഡ് ബൈ ρ1 ഇൻറ്റു T2 മൈനസ് T1. ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. ആൽഫ ഈക്വൽസ് ρ2 മൈനസ് ρ1 divided by ρ1 into T2 minus T1. ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. ഇനി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ കെൽവിൻ ഇൻവേഴ്സ്. ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി ρ1 ആണ് അറ്റ് ടെമ്പറേച്ചർ T1 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് T2 ഡിഗ്രി സെൽഷ്യസ് ആയി മാറിയപ്പോൾ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്തിട്ട് എത്രയായിട്ട് മാറി? ρ2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റെസിസ്റ്റിവിറ്റിയും ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ρ2 ഈക്വൽസ് ρ1 പ്ലസ് ആൽഫ ഇൻറ്റു ρ1 ഇൻറ്റു T2 മൈനസ് T1, where alpha is called the temperature coefficient of resistivity of the material. The equation for alpha is ρ2 minus ρ1 divided by ρ1 into T2 minus T1, and its unit is degree Celsius inverse or Kelvin inverse. ഇനി നമുക്ക് നോക്കാം, മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ചിട്ട് ആൽഫയുടെ വാല്യൂവിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ശ്രദ്ധിക്കുക. നമുക്കറിയാം എന്താണ് ആൽഫയുടെ ഇക്വേഷൻ? ആൽഫ ഈക്വൽസ് ρ2 മൈനസ് ρ1 ഡിവൈഡ് ബൈ ρ1 ഇൻറ്റു T2 മൈനസ് T1 ആണ്. ഇവിടെ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലേ? T1 ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ,
അതിൽ നിന്നും ടെമ്പറേച്ചർ കൂടിയിട്ട് എത്രയായിട്ട് മാറുന്നു? T2 ആയിട്ട് മാറുന്നു. അപ്പോൾ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ρ2 മൈനസ് ρ1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ആണ്, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്കറിയാം മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ρ1 നിന്നും റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്തിട്ട് ρ2 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ρ2 ഈസ് ഗ്രേറ്റർ ദാൻ ρ1 ആണ് ഫോർ മെറ്റൽസ്. മെറ്റൽസിന്റെ കേസിൽ ρ2 ഈസ് ഗ്രേറ്റർ ദാൻ ρ1. അതുകൊണ്ട് തന്നെ ρ2 മൈനസ് ρ1 എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ρ2 മൈനസ് ρ1 ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. T2 മൈനസ് T1 ഓൾറെഡി എന്താണ്? പോസിറ്റീവ് ആണ്. എന്തുകൊണ്ട്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ പറയുന്നത്. T1 നിന്നും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് T2 ആയി എന്നാണ് പറയുന്നത്. മെറ്റൽസിന്റെ കേസിൽ ρ2 ഈസ് ഗ്രേറ്റർ ദാൻ ρ1. എന്തുകൊണ്ട്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യാണ്. ρ1 നിന്നും കൂടിയിട്ടാണ് ρ2 ആവുന്നത്. അപ്പോൾ ρ2 ഈസ് ഗ്രേറ്റർ ദാൻ ρ1. ρ2 ഗ്രേറ്റർ ദാൻ ρ1 ആയതുകൊണ്ട് ρ2 മൈനസ് ρ1 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ρ2 ഗ്രേറ്റർ ദാൻ ρ1 ആയതുകൊണ്ട് ρ2 മൈനസ് ρ1 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ρ2 മൈനസ് ρ1 പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആൽഫയും എന്തായിരിക്കും? ആൽഫയും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഫോർ മെറ്റൽസ് ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി മെറ്റൽസിന്റെ കേസിൽ എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ഇൻസുലേറ്റേഴ്സിന്റെ കേസിലോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ρ2 ഈസ് ലെസ് ദാൻ ρ1 ആണ്. സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ T1 നിന്നും ഇൻക്രീസ് ചെയ്തിട്ട് T2 ആയിട്ട് മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി ρ1 നിന്നും ഡിക്രീസ് ചെയ്തിട്ട് ρ2 ആയിട്ട് മാറും. അതായത് ρ2 ഈസ് ലെസ് ദാൻ ρ1 ആണ്. ρ2 ലെസ് ദാൻ ρ1 ആയതുകൊണ്ട് തന്നെ ρ2 മൈനസ് ρ1 എന്താണ്? ρ2 മൈനസ് ρ1 നെഗറ്റീവ് ആണ്, അല്ലേ? ρ2 മൈനസ് ρ1 നെഗറ്റീവ് ആണ്. സിൻസ് ρ2 ഈസ് ലെസ് ദാൻ ρ1. അതുകൊണ്ട് തന്നെ ആൽഫ ഈസ് നെഗറ്റീവ്. ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഓൾവേസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് മെറ്റൽസിന്റെ കേസിൽ ആൽഫന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് മെറ്റൽസിന്റെ കേസിൽ ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. എന്നാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇൻസുലേറ്റേഴ്സിന്റെ കേസിലും സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് എന്ത്? അലോയ്സിനെ സംബന്ധിച്ചിടത്തോളം, ലോഹസങ്കരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൽഫന്റെ വാല്യൂ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഓൾമോസ്റ്റ് 0 ആണ്. നമ്മൾക്കറിയാം മെറ്റൽസിന്റെ കേസിൽ ആൽഫ പോസിറ്റീവ് ആണ്, കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും കേസിൽ ആൽഫ നെഗറ്റീവ് ആണ്, കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. എന്നാൽ അലോയ്സിന്റെ കേസിൽ ആൽഫ ഓൾമോസ്റ്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അലോയ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായിട്ട് എന്തുണ്ടാവുന്നില്ല? ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അലോയ്സിന്റെ കേസിൽ ആൽഫന്റെ വാല്യൂ ഓൾമോസ്റ്റ് എന്താവുന്നത്? 0 ആവുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആൽഫ ഈക്വൽ ടു 0 മീൻസ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ അർത്ഥം ഈ ടേം എന്താണ്? 0 ആണ്. അതായത് ഈ ടേം 0 ആവണമെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്റർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ρ2 മൈനസ് ρ1 ഈസ് ഈക്വൽ ടു 0 ആകും. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 മീൻസ് ρ2 മൈനസ് ρ1 ഈക്വൽ ടു 0. ρ2 മൈനസ് റോ1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ρ2 ഈക്വൽ ടു റോ1. ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റിയും ഫൈനൽ റെസിസ്റ്റിവിറ്റിയും സെയിം ആണ്. റെസിസ്റ്റിവിറ്റിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ടെമ്പറേച്ചർ T1 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് T2 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും റെസിസ്റ്റിവിറ്റിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ആരുടെ കേസിൽ? അലോയ്സിന്റെ കേസിൽ. അതുകൊണ്ട് അലോയ്സിനെ സംബന്ധിച്ചിടത്തോളം ആൽഫന്റെ വാല്യൂ ഓൾമോസ്റ്റ് എന്താണ്? 0 ആണ്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റന്റ്, അതേപോലെ മാംഗനൈൻ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിന്റെയും നിക്കലിന്റെയും അലോയ് ആണ്. മാംഗനൈൻ എന്ന് പറഞ്ഞാൽ
കോപ്പർ, നിക്കൽ, അതുപോലെ മാംഗനീസ്. ഇവരുടെ മൂന്നാളുടെയും അലോയിയാണ് മാംഗനൈൻ. കോൺസ്റ്റന്റൈൻ, മാംഗനൈൻ പോലെയുള്ള അലോയ്സിന്റെ കേസിൽ ആൽഫന്റെ വാല്യൂ ഓൾമോസ്റ്റ് 0 ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും റെസിസ്റ്റിവിറ്റിയിൽ എന്തുണ്ടാവുന്നില്ല, ചേഞ്ച് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ അലോയ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റൈൻ, മാംഗനൈൻ പോലെയുള്ള അലോയ്സ് ആണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയേഴ്സ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. റെസിസ്റ്റൻസിൽ എന്തുണ്ടാവാൻ പാടില്ല, ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ടെമ്പറേച്ചർ കൂടിയാലും റെസിസ്റ്റൻസിൽ എന്തുണ്ടാവാൻ പാടില്ല, ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയേഴ്സ് നിർമ്മിക്കാൻ അപ്പൊ നമ്മൾ ആരെ ഉപയോഗിക്കണം? അലോയ്സിനെ ഉപയോഗിക്കണം. കോൺസ്റ്റന്റൈൻ, മാംഗനൈൻ പോലുള്ള അലോയ്സിനെ ഉപയോഗിക്കണം. എന്തുകൊണ്ട്? ഇവരെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വർധനവ് റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായിട്ട് എന്തുണ്ടാക്കുന്നില്ല, ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിനും എന്തുണ്ടാക്കുന്നില്ല, ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. എന്നാൽ അലോയ്സിന്റെ കേസിൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല. നമ്മളൊരു ടേം പഠിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൽഫ. അത് മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്, ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. എന്നാൽ അലോയ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഓൾമോസ്റ്റ് 0 ആണ്. കോൺസ്റ്റന്റൈൻ, മാംഗനൈൻ പോലെയുള്ള അലോയ്സ് ആണ് സ്റ്റാൻഡേർഡ് വയേഴ്സ് നിർമ്മിക്കാൻ വേണ്ടി, റെസിസ്റ്റൻസ് വയേഴ്സ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ആൽഫന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂയിൽ എന്തുണ്ടാക്കുന്നില്ല, ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ഓക്കെ.